ഒരുപാട് പേരും ചോദിച്ച ഒരാളാണ് ദാ ഈ നിൽക്കുന്നത്. അതായത് എൻ്റെ അനിയത്തി. ഞങ്ങളുടെ കൂട്ടത്തിൽ നടുത്തുണ്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് ഇളയത് ദാ ഇവളാണ് കേട്ടോ. അപ്പോൾ അവൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി കുറച്ച് ദിവസം അവൾ വീട്ടിൽ കാണും എന്നാണ് കേട്ടോ. അപ്പം ഇവിടെ 2 ദിവസം കാണും. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിലോട്ടങ്ങ് പോകും. നാട്ടിൽ എന്ന് വെച്ചാൽ വീട്ടിലോട്ട് പോകും. അപ്പോൾ രാവിലെ ഞങ്ങളിന്ന് കുറച്ച് ലേറ്റായിട്ടാണ് വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ കുഞ്ഞിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം കുഞ്ഞൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതാ പല്ലൊക്കെ തെച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. ഇന്ന് അപ്പവും മുട്ടക്കറിയായിരുന്നു. അങ്ങനെ പിന്നെ ഇന്നലെ വന്നിട്ട് വലിയ വിശേഷങ്ങളായിട്ടൊന്നും സംസാരിച്ചില്ല. പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ഫുഡൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമായിരുന്നു. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം വന്ന ന്യൂ മെമ്പേഴ്സിനൊന്നും നമ്മുടെ എല്ലാ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അപ്പം അവരോടായിട്ട് പറയാണ്, ഇവിടെ നാട്ടിലില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു, അനിയത്തി എന്താ കാണിക്കാഞ്ഞേ, ഒരാളെ മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇവള് നാട്ടിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കാണിക്കാഞ്ഞേ. അപ്പോൾ പാലക്കാടായിരുന്നു ജോലി. എന്താ ജോലി എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നേഴ്സായിട്ട്. അങ്ങനത്തെ പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ എന്താ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. കുറച്ചല്ല, ഇന്ന് ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവൾ കഴുകി തരാമെന്ന് പറഞ്ഞ് പിന്നെ എന്താ വന്ന് കഴുകിയൊക്കെ തന്നു കേട്ടോ. അതിൻ്റെ കൂടെ കുറേ ഇങ്ങനെ എന്നെ കളിയടിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് കുറച്ച് പണി അല്ലാതെയൊക്കെ ഉണ്ടായിരുന്നു, വീഡിയോ എഡിറ്റ് ചെയ്യാനും സൗണ്ട് കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ പിന്നീട് വന്നിട്ട് ഇതാ കുറച്ച് ഉണക്കമീൻ കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ 2-3 എടുത്ത് ഞങ്ങൾക്ക് ഉച്ചക്കലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വറുക്കാമെന്ന് കഴിച്ചു. പിന്നെ അവളോട് എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് രസം വെച്ച് തന്നാൽ മതി, രസവും വെച്ച് ഉണക്കമീനും കൊണ്ടെങ്കിൽ എനിക്ക് അത് മതി, എനിക്ക് വേറെ ഒന്നും വേണ്ടാന്ന് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന 2 ഉണക്കമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴുകി വൃത്തിയാക്കി മുളകും പിന്നെ എന്താ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ ഇന്ന് കുഞ്ഞിനാണെങ്കിൽ ഉച്ചക്കലത്തേക്ക് ഞാൻ ലെമൺ റൈസ് ആയിട്ട് കൊടുത്ത് വിട്ടേ. അപ്പോൾ ഞാൻ കുഞ്ഞിന് വേണ്ടി മാത്രമേ ഉണ്ടാക്കിയുള്ളായിരുന്നു ലെമൺ റൈസ്. ചോറ് ഇരുന്നതിൽ നിന്ന് എടുത്ത് ഞാൻ പിന്നെ ലെമൺ റൈസ് ആക്കി കൊടുത്തതാണ്. കറി രാവിലെ എല്ലാം ഒന്നും വെച്ചില്ല. അപ്പോൾ ആൾക്ക് ലെമൺ റൈസ് മതി എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ പപ്പടവും പിന്നെ ഉരുളൻകിഴങ്ങ് ഫ്രൈ ഒക്കെ വെച്ച് കൊടുത്ത് ആൾക്ക് അങ്ങനെയാണ് കൊടുത്തു വിട്ടത്. അങ്ങനെ ഇതാ ഞങ്ങൾക്ക് പിന്നെ മീനൊക്കെ അരപ്പൊക്കെ പുരട്ടി മീൻ 2-3 വറുത്തൊക്കെ എടുത്തു. പിന്നെ ഞാൻ രസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എനിക്ക് എന്താ പറയുക എടുക്കാൻ പറ്റില്ല. എൻ്റെ ഫോണിൽ ചാർജ് തീർന്ന് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഞാൻ രസം വെച്ചത്. എന്താണെന്ന് അറിയത്തില്ല, രസം വെക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു രസത്തിൻ്റെ റെസിപ്പി ഇടാട്ടോ. സത്യം പറഞ്ഞാൽ ഇടാട്ടോ. എനിക്ക് എന്താണോ എനിക്കറിയില്ല. ഒരു വട്ടം ഞാൻ എടുത്ത് വെച്ചിട്ട് എൻ്റെ ഫോണിൽ നിന്ന് ആ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ എനിക്കത് എടുക്കാനും പറ്റിയില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ മീനൊക്കെ വറുത്തൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി പഴഞ്ചോറ് ഇരുന്നു, അതാട്ടോ കഴിച്ചത്. അപ്പോൾ രാവിലെ കഴിക്കാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചാണ്. അപ്പോൾ രാവിലെ കാപ്പി പിന്നെ ഉണ്ടാക്കി, പിന്നെ അതിനി വെച്ചിരുന്ന് നശിപ്പിക്കേണ്ട എന്നും പറഞ്ഞിട്ട് പിന്നീട് ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നീട് എടുക്കാമെന്ന്. അങ്ങനെ പിന്നെ ഇതാ പഴങ്കഞ്ഞിക്കകത്ത് പഴഞ്ചോറിനകത്ത് നമ്മൾ രസമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ മീനൊക്കെ ആയിട്ട് ഉണക്കമീനും കൂട്ടി കഴിക്കുക. എൻ്റെ പൊന്നു, ഒരു കറിയൊന്നും ഇല്ല, നമുക്ക് ഒരു കുഴപ്പമില്ല, ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതാ പുറത്തോട്ട് പോവുകയാണ്, കറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ബീച്ചിൽ പോവുകയാണ്. അപ്പം അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഇതാ നമ്മൾ റോഡിൽ ബൈപ്പാസ് റോഡാട്ടോ ഇത്. ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളിതാ ഈ ഒരു സൈഡിൽ കൂടെയാണ് നമുക്ക് നടന്നു പോകേണ്ട വഴി. അതായത് ഈ ഒരു സ്ലാവ് വാർത്തിട്ടേക്കാണ്, ഓടയൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള സ്ലാവ്. അതിൻ്റെ മുകളിൽ കൂടെ ആൾക്കാർ വണ്ടി ഓട്ടിക്കുമായിരുന്നു. അതും ബൈക്കൊക്കെ ആണെങ്കിലും പിന്നീട് മേടില്ല, കാറും ഓട്ടോയൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ ഓട്ടിക്കുന്ന കാരണം നമുക്കാണെങ്കിൽ നടക്കാൻ പറ്റുന്നില്ല. ഓരോരുത്തരും നമ്മൾ നടന്നു പോകുന്നത് മൈൻഡ് പോലും ചെയ്യാതെ കൊണ്ടുപോയി ചേർത്തങ്ങ് എടുക്കുമായിരുന്നു. ഞങ്ങൾ ശരിക്കും വിചാരിച്ചു ഞങ്ങൾ ഇടിച്ചെന്ന്, വണ്ടി അത്രയ്ക്ക് അടുത്തോട്ട് ചെല്ലുമായിരുന്നു. അതിൻ്റെ ഇപ്പുറത്തുനിന്ന് ഓരോരുത്തർക്ക് ആ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു കേട്ടോ. വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് കയറ്റി അവർക്ക് ആർക്കും നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ വണ്ടി ഓടിക്കുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതും വൺ വേ ആണെങ്കിലും അവിടെ വണ്ടി പോയാലല്ലേ ഇവിടുന്ന് ബാക്കിലുള്ള വണ്ടിക്ക് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവരാണെങ്കിൽ ഒരു മര്യാദ ഇല്ലാതെ നടക്കുന്ന നടപ്പാതയിലൂടെയൊക്കെ അങ്ങ് വണ്ടി കയറ്റി കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാഴ്ച ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് കേട്ടോ. നമ്മൾ നടക്കുന്നത് പോലും മനസ്സിലാക്കാതെ ആൾക്കാർ കൊണ്ടുവച്ച് ഒരു ഇതില്ലാതെ കയറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു.
അങ്ങനെ ഇതാ ഞങ്ങൾ അവിടുന്ന് പിന്നെ എങ്ങനെയൊക്കെയോ ബസ് കയറി ഞങ്ങൾ പിന്നെ ഇതാ കുഞ്ഞൻ ജോലി ചെയ്യുന്നിടത്ത് വന്നിറങ്ങി. അവിടുന്ന് പിന്നെ കുഞ്ഞിനുമായിട്ട് നമ്മൾ നേരെ ബീച്ചിലോട്ട് വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ശനിയാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. അതും ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു, പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. കാറിടാൻ ഞങ്ങൾക്ക് സ്ഥലം കിട്ടാത്തത് ഞങ്ങൾ പിന്നെ അങ്ങാണ് കൊണ്ടിട്ടത്. അങ്ങനെ ഇതാ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് നിന്നു. പിന്നെ അത് കഴിഞ്ഞ് ഐസ്ക്രീം മേടിച്ചു. ചൂടത്ത് അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കുന്ന നല്ല രസമല്ലേ. അങ്ങനെ 3 ചോക്കോബാർ മേടിച്ചു. പിന്നെ ഇതാ അവൾക്ക് കുറേ വീഡിയോസൊക്കെ ഞാൻ പിന്നെ എടുത്തു കൊടുത്തുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ കുഞ്ഞ് ഞങ്ങളുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തന്നു കേട്ടോ. അങ്ങനെ ഇതാ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പാനിപ്പൂരി കഴിക്കാൻ പോയി. പാനിപ്പൂരി അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് ഒരു സാധനം കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ട് വയ്യായിരുന്നു കേട്ടോ. ചോളം കഴിക്കാൻ ഭയങ്കരമായിട്ട് എനിക്ക് കൊതി വന്നായിരുന്നു. അപ്പോൾ 1-2 പേരൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ എവിടുന്നാണ് മേടിച്ചത്, എവിടുന്നാണ് ചോദിക്കാനുള്ള മടി കൊണ്ട് ചോദിച്ചില്ല. പിന്നെ ഞാൻ കുറേ ബജ്ജിക്കടയിലൊക്കെ പോയി തപ്പി ഇവിടാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കോണായിട്ട് ഇരിക്കുമല്ലോ, അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ ചുട്ടെടുക്കുമായിരുന്നു, കനലിനകത്ത് ചുട്ടിട്ട് അതിനകത്ത് മസാലയൊക്കെ തേച്ചെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത് ചിറ്റിയുടെ അവിടെ പോകുമ്പോഴാണ്. പിന്നെ നമ്മൾ ഈ കൊടൈക്കനാലിലേക്ക് പോകുന്ന സമയത്തും കിട്ടാറുണ്ട്. അപ്പോൾ ചിറ്റിര അവിടെ നിന്നാണ് എനിക്ക് കഴിക്കുന്നത്. മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് നമ്മൾ മേടിച്ചിട്ട് വരും, എന്നിട്ട് ഇങ്ങനെ കഴിക്കും, നല്ല രസമാണ്. അപ്പോൾ ആ ഓർമ്മകളൊക്കെ നയവിറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തപ്പി തപ്പി നടക്കുമായിരുന്നു. എനിക്ക് കഴിക്കാനങ്ങ് കൊതിയായിട്ട് വയ്യായിരുന്നു കേട്ടോ, അതാണ് കാര്യം. അങ്ങനെ ഇതാ തപ്പി തപ്പി അവസാനം കണ്ടുപിടിച്ച് ലാസ്റ്റ് ഒരു കടയിൽ ഇതുകൊണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതാ നമ്മളുടെ അടുത്ത് ഒരു അങ്കിള് പറഞ്ഞു കേട്ടോ, അവിടെ ഉണ്ട് മോളെ എന്ന് പറഞ്ഞാൽ അവിടെ പോയി നോക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇതാ അവിടെ വന്നപ്പോൾ ഒരു ബജ്ജി കടയിലായിരുന്നു. അവിടെ എങ്ങനെ ഇതാ ഉണ്ടാക്കി തന്നു. ഇതാണെങ്കിൽ അവർ ചുട്ടതല്ല, പുഴുങ്ങിയതാട്ടോ. പുഴുങ്ങിയതിനകത്ത് മുളകും ഉപ്പും കൂടെയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അതിനകത്ത് പിന്നെ ടൊമാറ്റോ സോസാന്ന് തോന്നുന്നു അതും കൂടെ തേച്ച് തന്നു. നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുകയാണ്. അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. ആദ്യം കഴിച്ചു വന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നീട് ആയപ്പോഴത്തേക്ക് ചുണ്ട് നല്ല പോലെ പുകയാൻ തുടങ്ങി. കുഞ്ഞനാണെങ്കിൽ എരിവ് തീരെ പറ്റാത്ത ആളല്ലേ, എന്നാലും കുറച്ച് കഴിച്ചപ്പോഴത്തേക്ക് പിന്നീട് ഒട്ടും പറ്റുന്നില്ല. അയ്യോ ചുണ്ട് നീറുന്നെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ എരിവ് നല്ല ഇഷ്ടമുള്ള ഒരാളാണ്, എന്നിട്ടും എനിക്ക് നല്ല രീതിയിൽ പുകച്ചിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ അവസാനം വെള്ളം കുടിക്കേണ്ട അവസ്ഥ ഇങ്ങനെ വന്നു. പിന്നെ വെള്ളവും കുടിച്ച് ഇങ്ങനെ ഊതിയായിട്ട് നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ എന്തായാലും സംഭവം കിടുമായിരുന്നു. പക്ഷേ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടുതലാണ് എന്നെനിക്ക് തോന്നി. എന്നാലും സാരമില്ല, നമ്മൾ കൊതി കൊണ്ട് വാങ്ങിച്ച് കഴിച്ചതല്ലേ. അങ്ങനെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല രസമായിട്ടോ, ഈ ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടേക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഉത്സവം കാണാമെന്നൊന്നും അറിയത്തില്ല, റോഡ് സൈഡിൽ ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് നല്ല രസമായിട്ട് അതിലിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ നല്ലൊരു മണമായിരുന്നു. തിരിയുടെയാണോ കർപ്പൂരത്തിൻ്റെ എന്തിൻ്റെയൊക്കെ ഒരു മണമൊക്കെ ആയിരുന്നു. അങ്ങനെ കടപ്പാക്കട വന്നിട്ട് ഇതാ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഉള്ളിയും സാധനങ്ങളും മേടിക്കാമെന്ന് ചോദിച്ചത്. നമ്മളിങ്ങനെ ഇതുവഴി വരുമ്പോൾ നമ്മൾ ഇവിടുന്നാട്ടോ മേടിക്കുന്നത്. അപ്പോൾ റോഡ് സൈഡിൽ തന്നെ, അപ്പം നമുക്ക് തന്നെ നോക്കിയൊക്കെ എടുക്കാനൊക്കെ പറ്റും. അങ്ങനെ കുറച്ച് 3.5 കിലോ സവോള 100 രൂപയായിരുന്നു തോന്നുന്നു കേട്ടോ. അങ്ങനെ സവോളയും കിഴങ്ങും പിന്നെ കുറച്ച് തക്കാളിയും സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് മേടിച്ച് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരാൾ ഫലൂഡ നേഷനെ കണ്ടപ്പോഴത്തേക്ക് അവിടെ കയറിയാലോ എന്നിങ്ങനെ കുഞ്ഞൻ പറയായിരുന്നു. അങ്ങനെ പിന്നെ എന്നാൽ ശരി പോയിട്ട് വരാം എന്നും പറഞ്ഞ് നമ്മൾ പിന്നെ അവിടെ കയറി. അവിടെ കയറുമ്പോൾ ഇതാ നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ടൊക്കെ, ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇമ്പം തോന്നുമല്ലോ, അതേപോലെയാണ്. പിന്നെ ഇതാ വലിയ കാര്യത്തിൽ മെനു ഒക്കെ എടുത്ത് വെച്ച് ഞാൻ നോക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവത്തില്ല, എന്നാലും ഒരു ഫോട്ടോയൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യാം എന്നും പറഞ്ഞാണ്. അവസാനം കറങ്ങി തിരിഞ്ഞ് ഞാൻ കുഞ്ഞൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു. എനിക്കിത് നോക്കിയിട്ട് എന്ത് മേടിക്കണം എന്നെനിക്കറിയില്ല. എന്തായാലും ഫോട്ടോയിൽ നല്ലത് എന്താണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് എനിക്ക് ഓർഡർ ചെയ്ത് തന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ മേടിച്ചെന്ന് വെച്ചാൽ മാംഗോ വൈറ്റും, കുഞ്ഞൻ കയറിയപ്പം തൊട്ടേ മാംഗോയിൽ പിടിച്ചിടുന്നുണ്ട്. കുഞ്ഞിന് മാംഗോയുടെയാണ് ഫ്ലേവറാണ് എടുത്തത്. പിന്നെ റെയിൻബോ ഫലൂടെയാണ് സംഗിക്ക് എടുത്തത്, അവൾക്ക് കുറച്ച് കളർഫുള്ളായിട്ട് ഇരിക്കണമെന്ന് പോലും. പിന്നെ എനിക്ക് കാരമൽ പോപ്കോൺ ആട്ടോ മേടിച്ചത്. പിന്നെ ഒരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ അവിടെ വെച്ച് നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ കാണാൻ പറ്റി. നമ്മളോട് പിന്നെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അവർ കഴിച്ചിട്ട് ഇറങ്ങുന്ന ഒരു സമയത്തായിരുന്നു നമ്മളോട് വന്നിട്ട് വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ നല്ല സന്തോഷം ഉണ്ടായി. ഇതുകൊണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ ഇതിപ്പം നേരിട്ട് കാണുമ്പോഴെന്നല്ല കേട്ടോ, നമുക്കിപ്പോൾ കമൻ്റ് ഇടുക ആയാലും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവരോട് ഞാൻ എല്ലാവരോടും സംസാരിക്കാറുണ്ട്. മെസ്സേജ് ഇടുന്നതിനും ആയാലും കമൻ്റ് ഇടുന്നതിനും ആയാലും ഞാൻ റിപ്ലൈ തരാറുണ്ട്. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരാളല്ലേ, നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് മറുപടി പറയും. പിന്നെ നെഗറ്റീവ് കമൻറ്റ്സിന് മാത്രമേ ഉള്ളൂ അധികം ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാതെ ഇരിക്കുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഒരുപാട്
ഒരുപാട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് അറ്റാച്ച്മെൻ്റ് ആവും. വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് അവരോടൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് തന്നെ ആട്ടോ. നമ്മൾ ഒരുപാട് സംസാരിക്കുമ്പോഴല്ലേ നമുക്ക് അവരോട് നല്ല രീതിയിൽ അടുപ്പം തോന്നാറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ എന്നോട് ഒരുപാട് സംസാരിക്കുക എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ നേരെ നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.